യുകെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പുതിയ റിവ്യൂവും പഠനങ്ങളും നടത്തുകയാണ്. അതിന്റെ ഭാഗമായി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് യുകെയിലോട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനുള്ള മിനിമം ആനുവൽ സാലറി ത്രെഷോൾഡിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്ന 29,000 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തരുത് എന്ന നിർദ്ദേശമാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നൽകിയിരിക്കുന്നത്. 29,000 പൗണ്ട് ആനുവൽ സാലറി ഉണ്ടെങ്കിൽ മാത്രം വിദേശ രാജ്യങ്ങളിലുള്ള ഡിപ്പെൻഡൻസിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ കഴിയുന്ന ആ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഓരോ വർഷവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സാലറി വർധനവ് നടപ്പാക്കി ഡിപ്പെൻഡന്റ് വിസ കൂടുതൽ ടൈറ്റൻ ചെയ്യുന്ന രീതിയാണ് ഗവൺമെന്റ് സജസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇനിയും സാലറി ത്രെഷോൾഡ് വർദ്ധിപ്പിക്കരുത് എന്ന് തന്നെയാണ്. അതേസമയം തന്നെ യുകെയിലോട്ട് വർക്ക് വിസ ലഭിക്കുന്നതിനാവശ്യമായ 38,700 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമം അക്കാര്യത്തിലും വീണ്ടും സാലറി വർധനവ് നടപ്പാക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമം അതേപോലെ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ യുകെ കർശനമായ നിയമങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്ന ആരോപണം പൊതുവായി ഉണ്ടായിരുന്നു. ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിലെയും സാലറി ത്രെഷോൾഡുമായി താരതമ്യം ചെയ്യുമ്പോൾ യുകെയിൽ ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കുന്ന 29,000 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമം ഓൾറെഡി ഹൈ ആണെന്നും അതുകൊണ്ട് തന്നെ ഇനിയും കൂടിയ സാലറി ത്രെഷോൾഡ് ആവശ്യമില്ല എന്ന സജഷൻ കൂടിയാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്യൂച്ചറിൽ തീർച്ചയായും അനുകൂല സാഹചര്യങ്ങൾ തന്നെയായിരിക്കും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഈ ഒരു നിർദ്ദേശത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ അന്തിമ തീരുമാനത്തിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുക. ഇത് പൊതുവായ നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. എന്നാൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത മറ്റ് വിസ കാറ്റഗറികളിലുള്ളവർക്ക് എങ്ങനെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം, അവരുടെ ആനുവൽ സാലറി ത്രെഷോൾഡ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നൽകിയിട്ടുമില്ല. യുകെയിൽ കർശന വിസ നിയമങ്ങൾ നടപ്പാക്കാനുള്ള ഗവൺമെന്റ് തീരുമാനങ്ങൾക്ക് ശേഷം ധാരാളം ചേഞ്ചുകളാണ് ഗവൺമെന്റ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ യുകെയിലോട്ടുള്ള കുടിയേറ്റം കുറയ്ക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുതിയ തീരുമാനങ്ങളെല്ലാം നീങ്ങുന്നത്. കുറെ നാളുകളായി മിനിമം സാലറി ത്രെഷോൾഡ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന വാർത്തകളും സൂചനകളും ഗവൺമെന്റ് നൽകിയിരുന്നുവെങ്കിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസിയാണ്. അവരുടെ റിവ്യൂ അനുസരിച്ചാണ് ഇപ്പോഴത്തെ പുതിയ സജഷൻസ് ഗവൺമെന്റിന് നൽകിയിരിക്കുന്നത്. പലപ്പോഴും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ സജഷൻസ് അതേപടി ഗവൺമെന്റ് അംഗീകരിക്കുകയാണ് പതിവ്. അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച കാരണങ്ങൾ യുകെയിലെ ജീവിത ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന സാലറി ത്രെഷോൾഡ് തന്നെയാണ് 29,000 പൗണ്ട് ആനുവൽ സാലറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വർധനവ് നടപ്പാക്കുകയാണെങ്കിൽ അത് വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ ഫാമിലിയെ യുകെയിൽ കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും നൽകുക. അത്തരം ഒരു സമീപനം സ്വീകരിക്കരുത് എന്ന നിലപാടിലോട്ട് തന്നെയാണ് കമ്മിറ്റിയും എത്തിയിരിക്കുന്നത്. യുകെയിൽ ജോലി ചെയ്യുന്നവർക്ക് ഫാമിലിയെ കൊണ്ടുവരുന്നതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തന്നെയായിരിക്കും സാലറി ത്രെഷോൾഡ് വീണ്ടും വർദ്ധിപ്പിക്കരുത് എന്ന തീരുമാനം കൊണ്ടുവരിക. യുകെയിലെ വിവിധ വർക്ക് വിസ കാറ്റഗറിയിലുള്ളത് ധാരാളം വിദേശ രാജ്യക്കാരാണ്. അവർക്ക് ഫാമിലി വിസ നിഷേധിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലോട്ട് ഇതിനു മുൻപും പല വിദഗ്ധ സമിതികളും എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലെത്തിയ സ്കിൽഡ് മൈഗ്രൻസിന്റെ കാര്യത്തിൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് വീണ്ടും ബുദ്ധിമുട്ടുകൾ നൽകരുത് എന്ന അഭിപ്രായമാണ് കമ്മിറ്റി അംഗങ്ങളും പങ്കുവച്ചത്. കുറെ കാലമായി ധാരാളം പേർ വെയിറ്റ് ചെയ്ത ഒരു പ്രധാന തീരുമാനം തന്നെയാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവർ നൽകിയിരിക്കുന്ന പുതിയ സജഷൻസ്. ഇപ്പോൾ യുകെയിൽ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് 29,000 പൗണ്ട് ആനുവൽ സാലറി എന്നുള്ളത് വലിയൊരു എമൗണ്ട് അല്ല. മിക്ക കമ്പനികളും തന്നെ അതിനേക്കാൾ മികച്ച സാലറി തന്നെയാണ് സ്കിൽഡ് മൈഗ്രൻസിന്റെ കാര്യത്തിൽ അവർക്ക് നൽകുന്നത്. എന്നാൽ പുതുതായി ഒരു വിസ ലഭിച്ച് യുകെയിലോട്ട് എത്തുന്നതിന് 38,700 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമം അതേപോലെ തന്നെ തുടരും. ഇപ്പോൾ യുകെയിൽ ഓൾറെഡി കുറെ കാലമായി ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് സിറ്റിസൺസ് ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് മിനിമം വേണ്ട സാലറിയാണ് 29,000 പൗണ്ട് എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചത്. ആ എമൗണ്ട് വീണ്ടും ഘട്ടം ഘട്ടമാക്കി വർദ്ധിപ്പിക്കരുത് എന്ന നിർദ്ദേശം മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നൽകുമ്പോൾ അത് രാജ്യത്ത് ആയിരക്കണക്കിന് പേർക്ക് വലിയ ആശ്വാസം തന്നെയായിരിക്കും നൽകുക. അതേസമയം തന്നെ യുകെയിലോട്ട് ഒരു വർക്ക് വിസ ലഭിക്കുന്നതിന് 38,700 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമം അതിലും മാറ്റങ്ങൾ നടപ്പാക്കരുത് എന്ന നിർദ്ദേശം നൽകിയത് തീർച്ചയായും ആയിരക്കണക്കിന് സ്കിൽഡ് മൈഗ്രൻസിന് അനുഗ്രഹമാകും. യുകെയിലെ പല ജോബ് കാറ്റഗറികളെയും മിനിമം സാലറി ത്രെഷോൾഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നഴ്സസ്, ടീച്ചേഴ്സ്, ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയ പല അത്യാവശ്യ കാറ്റഗറികളെയും ഈ ഒരു സാലറി ത്രെഷോൾഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് അതേപോലെ തന്നെ തുടരുകയുമാണ്. നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് യുകെയിലോട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് ഇത്രയും ഹൈ ആയ ഒരു സാലറി ആവശ്യമില്ല. അവർക്ക് വിസ ലഭിക്കുന്നതിന് ഇത്രയധികം സാലറി ആവശ്യമില്ല. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിൽ 29,000 പൗണ്ട് ആനുവൽ സാലറി എന്നുള്ളത് തീർച്ചയായും അതിനേക്കാൾ കൂടിയ സാലറി തന്നെയാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നഴ്സുമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കാര്യത്തിൽ ഈ നിയമങ്ങൾ ഒരു രീതിയിലും അവരെ ബാധിക്കുകയുമില്ല. ഇപ്പോൾ കെയർ അസിസ്റ്റന്റ് വിസ കാറ്റഗറികളിലെല്ലാം യുകെയിൽ വന്നിട്ടുള്ളവർക്ക്
ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിലോട്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ പുതിയ പ്ലാനുകൾ നീങ്ങുന്നത്. UK-ലോട്ടുള്ള കെയറർ വിസ നിർത്തലാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും നടപ്പാക്കാൻ ഇനിയും സമയം വേണ്ടിവരും. അതേസമയം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലോട്ടാണ് നിയമങ്ങൾ നിലനിൽക്കുന്നതും. UK-യിലുള്ളവർക്ക് ജോലി നൽകുന്നതിനോ നിലവിലെ സാഹചര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള കാറ്റഗറിയിൽ UK-യിലുള്ളവർക്ക് അവരുടെ കോഴ്സിന് ശേഷം കെയർ അസിസ്റ്റന്റ് വിസയിലോട്ട് മാറുന്നതിന് പുതിയ നിയമങ്ങൾ യാതൊരു രീതിയിലും തടസ്സമല്ല. UK-യിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ പറയുന്ന പൊതുവായ ഒരു പരാതിയാണ് ഇപ്പോൾ അവർക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് പല കെയർ ഹോമുകളും തയ്യാറാകുന്നില്ല എന്നുള്ളത്. പല കെയർ ഹോമുകൾക്കെതിരെ കർശന നടപടികളാണ് കെയർ ക്വാളിറ്റി കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആവശ്യമായ നിലവാരമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനമായ ആരോപണം. അതുകൊണ്ട് തന്നെ പല കെയർ ഹോമുകളുടെയും ലൈസൻസ് നഷ്ടമായിരിക്കുന്നു. 3 വർഷത്തെയോ 5 വർഷത്തെയോ വിസയിൽ UK-യിൽ എത്തിയവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലോട്ട് പല കെയർ ഹോമുകളുടെയും സാഹചര്യങ്ങൾ എത്തിയതാണ് നിരവധി പേർക്ക് ബുദ്ധിമുട്ടാകുന്നതും. പല കെയർ ഹോമുകളിലും വലിയ ബുദ്ധിമുട്ടുകൾ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇൻസ്പെക്ഷനുകൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും UK-യിൽ വ്യാപകമായി ഉണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ കെയർ ഹോമുകളെ കുറിച്ച് അന്വേഷണം നടക്കുന്നതും. എൻഫോഴ്സ്മെന്റ് ടീമുകൾ വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്നവരെ കണ്ടെത്താനുള്ള റെയ്ഡുകൾ നടത്തുന്നു. ഈ സാഹചര്യത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കാനുള്ള പ്രോസസ്സുകൾ വേഗത്തിൽ നടക്കുകയുമാണ്. UK-യിൽ നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ വിദേശ റിക്രൂട്ട്മെന്റുകൾക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് NHS-ഉം ഗവൺമെന്റും പുതിയ പ്ലാനുകൾ കൊണ്ടുവരുന്നത്. UK-യിലുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ തന്നെ നിയമങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉടനെ ഉണ്ടാകില്ല എന്ന തീരുമാനം തന്നെയാണ് NHS ഹോസ്പിറ്റലുകളും ഇപ്പോൾ നൽകുന്നത്. UK-യിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ബോഡിയായ NMC-യുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് UK-യിലെ നഴ്സുമാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് NMC രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 കാലഘട്ടത്തിലാണ് നിരവധി വിദേശ നഴ്സുമാർ UK-യിലോട്ട് എത്തിയെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ UK-യിൽ രജിസ്റ്റർ ചെയ്ത പുതിയ നഴ്സുമാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. UK-യിലെ നഴ്സുമാരുടെ എണ്ണത്തിൽ പൊതുവായി കുറവില്ലെന്ന് മാത്രമല്ല, NMC രജിസ്റ്ററിൽ ഇപ്പോഴുള്ള നഴ്സുമാരുടെ എണ്ണം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു. നഴ്സുമാരുടെ എണ്ണം ഇത്രയധികം വർദ്ധിച്ചു എന്ന റിപ്പോർട്ട് NMC പുറത്തുവിടുമ്പോൾ വീണ്ടും വിദേശ റിക്രൂട്ട്മെന്റുകൾ വേണ്ട എന്ന അഭിപ്രായത്തിലോട്ട് തന്നെയാണ് NHS-ഉം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ UK-യിൽ ഓൾറെഡിയുള്ള രജിസ്റ്റേർഡ് നഴ്സുമാരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്തുകൊണ്ട് ജോലി ലഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. NHS ഹോസ്പിറ്റലുകൾ സ്പോൺസർഷിപ്പ് നൽകുന്നതിന് നിയമപരമായി യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. NHS-ന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അത് വിദേശ റിക്രൂട്ട്മെന്റുകളായി കണക്കാക്കുന്നുമില്ല. UK-യിൽ OSCE ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളിൽ എത്തുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം അവർക്ക് നേരിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് സ്പോൺസർഷിപ്പ് ലഭിക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ പലരും സ്വീകരിച്ചിരിക്കുന്നത്. UK-യിൽ ഇത്രയും നാളും ഉണ്ടായിരുന്നതുപോലെ ഏത് വിസ കാറ്റഗറികളിലോട്ടും വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്താമെന്ന രീതി എല്ലാം മാറുകയാണ്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ പുതിയ പ്ലാനുകൾ അനുസരിച്ച് UK-യിൽ അത്യാവശ്യമായ ജോലികളെല്ലാം താൽക്കാലികമായി ലിസ്റ്റ് ചെയ്യുകയും ആവശ്യത്തിന് ജോലിക്കാർ ലഭിച്ചതിന് ശേഷം അത്തരം ജോലികൾ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്ന നടപടികളിലോട്ടാണ് ഗവൺമെന്റ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഒരു ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് UK-യിൽ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള ജോലികൾ താൽക്കാലികമായി ഉൾപ്പെടുത്തുന്ന രീതിയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഇത് കുടിയേറ്റം കുറയ്ക്കുന്നതിന് സഹായകരമാകുമെന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പുതിയ രീതിയിലോട്ട് ഗവൺമെന്റും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയും നീങ്ങുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.